ഇന്ന് നമ്മൾ ഒരു 1 pot meal റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ചിന് കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നർക്ക് കഴിക്കാം. ഇത് ഒരെണ്ണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് വയറ് നിറച്ച് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അത് നമ്മൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ പോലെ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ പിസയുടെ സ്മോൾ പിസയുടെ റെസിപ്പി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവനില്ലാണ്ട് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു പിസയുടെ റെസിപ്പിയാണ് ചെയ്തത്. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങൾ തന്നെ നമ്മുടെ 1 pot meal റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാന്ന് നോക്കിയേ, ഞാനിവിടെ ഒരു 6 വലിയ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യുക, എല്ലാവരും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു മീഡിയം സവോള, പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളകും ചേർക്കുക. ഇത് പച്ചമുളക് ഇരുന്ന് പഴുത്തതാട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. എല്ലാവരും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. സവോളയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയട്ടെ. ആ മഞ്ഞളുടെ ഒരു പച്ച കുത്തുണ്ടല്ലോ, ആ കുത്ത് പോട്ടെ. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ മുളക് പൊടി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താം. അതിനിപ്പോൾ ഇത്രയ്ക്ക് കറക്റ്റ് അളവ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ മസാലപ്പൊടികളെല്ലാം ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 250 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ്റെ പീസുകൾ നോക്കിക്കേ, നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഞാനിവിടെ 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. 2 വലിയ ഉരുളക്കിഴങ്ങ്, അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താണത്. അതും കൂടിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലതായിട്ട് വെള്ളമൊക്കെ വരും. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ എടുത്തേക്കുന്നത്. തീ വയ്ക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. പിന്നെ ഇത് ചിക്കനായിരുന്നാലും ഉരുളക്കിഴങ്ങായിരുന്നാലും നമ്മൾ നല്ല ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള മാവ് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക, മൈദപ്പൊടിയിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഒലിവ് ഓയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒലിവ് ഓയിലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ടെടുക്കണ പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക.
നോക്കിക്കേ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത് ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിക്കേ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. കാരണം ഇതിൻ്റെ ഈ മിക്സിങ് നമുക്ക് ഫില്ലിങ് ഇത് നമ്മൾ ഫില്ലിംഗ് ആയിട്ടാണല്ലോ വെക്കണത്. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളൻകിഴങ്ങൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ ഉടഞ്ഞിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ക്രീമായിട്ട് ഇങ്ങനെ വരണം. ഭയങ്കര എല്ലാവരും ഇങ്ങനെ ഉടഞ്ഞ് ഭയങ്കര ക്രീം പോലെ ആവണ്ട. ഇത് നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വലിയ ഉരുളയാക്കിയിട്ട് എടുക്കുക. ചപ്പാത്തീനേക്കാളും കുറച്ചും കൂടി വലുതാക്കിയിട്ട് എടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് അതേപോലത്തെ ഒരു 3 ഉരുള ഉണ്ടാക്കാൻ പാകത്തിനുള്ളത് എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുക്കുക. ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് അതേപോലെ ഒന്ന് കുഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കുക. ഒന്ന് സോഫ്റ്റാക്കിയിട്ട് എടുക്കുക. ഇത് നമുക്ക് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊടി വെതറിയിട്ടല്ല കേട്ടോ പരത്തുന്നത്. കുറച്ച് ഓയിൽ ഇതിൻ്റെ അടിയിലൊന്ന് തൂത്ത് കൊടുക്കുക. നമ്മുടെ എവിടെ വെച്ചാൽ നമ്മൾ പരത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് നല്ല കനം കുറച്ചിട്ട് ഇത് നമുക്ക് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനടിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചേക്കണത് കൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യില്ല. പിന്നെ നോക്കി നല്ല കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയിട്ടില്ലേ, അതേപോലെ നല്ല വലിയ ഷീറ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കി ഇതേപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോകണേ. ഫില്ലിങ് വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വെക്കുക. എൻഡിലേക്കും വെക്കേണ്ട, 2 സൈഡിലേക്കും അധികം അങ്ങോട്ട് വെക്കേണ്ട. ഇതേപോലെ ഇങ്ങനെ കുറച്ച് സെൻറ്ററിലാക്കിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ കുറച്ച് ഇത്രയ്ക്ക് വീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓയിൽ അടിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഈ എൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ എൻഡ് ഉണ്ടല്ലോ, ഇവിടെയും നമുക്ക് ഒന്ന് അമർത്തിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടും. നോക്കിക്കേ, നോക്കിക്കേ ഈ എൻഡൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ഇവിടെയും ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിവിടെ നോക്കിയാൽ ഫില്ലിംഗ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണ്ടോ. അപ്പോൾ കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്ത് ഒന്നും കൂടി നല്ല ഫിനിഷിങ്ങിലാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മുറുക്കി സ്ട്രെച്ച് ചെയ്യരുത് കേട്ടോ, അപ്പോൾ ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ അത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നോക്കിക്കേ, ഒന്ന് കനം കുറഞ്ഞ് ഒന്നും കൂടി ഒന്ന് വലുതായി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തോരം അങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയ്ക്ക് സ്ട്രെച്ച് ചെയ്യുക. ഭയങ്കര ബലം കൊടുത്തിട്ട് സ്ട്രെച്ച് ചെയ്യരുത്. ഒറ്റ സൈഡ് മാത്രം പിടിച്ചിട്ട് വലിക്കരുത്. ഇതേപോലെ ഇങ്ങനെ ഓരോ സൈഡ് ഇതേപോലെ ഇങ്ങനെ 2 കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് വലിച്ച് ഒന്നും കൂടി ഒന്ന് കനം കുറച്ചിട്ട് എടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് കനമൊക്കെ കുറഞ്ഞ് നന്നായിട്ടൊന്ന് നീളത്തിൽ വന്നിട്ടുണ്ട്. അതെന്തോരം സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയ്ക്ക് നന്നായിട്ട്. അത് ഒരു സൈഡിൽ പിടിച്ചിട്ട് ഭയങ്കര ബലത്തിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഇതേപോലെ ഇങ്ങനെ കൈ 2 ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടില്ല.
ഇതാ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നീണ്ട് നല്ല കനം കുറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പായിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇതാ ഈ എൻഡിൽ നിന്ന് ഇതാ ഇങ്ങനെ വയ്ക്കുക, ഇതാ ഇങ്ങനെ റോൾ ചെയ്ത് നോക്കിക്കേ. ഈ എൻഡ് ഭാഗം ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കി ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇതാ അപ്പോൾ ഈ നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുക. സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സൈഡ് മാത്രം പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് വലിക്കരുത് കേട്ടോ, അപ്പോൾ അത് പൊട്ടിപ്പോകും. രണ്ട് കൈയും കൂട്ടി കൂട്ടി വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് നീട്ടിയിട്ട് എടുക്കണം. നല്ല കനം കുറച്ചിട്ട് പരത്തണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുക. ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇത് നിങ്ങൾ വെക്കുമ്പോഴായിരുന്നാലും നോക്കിക്കുക, കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് അവിടെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലായിരുന്നാലും അവിടെ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ട് അവിടെ വയ്ക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ തടിയിൽ പിടിക്കും. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കണേൽ ഞാൻ കുറച്ച് ചീസും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെച്ചിട്ട് ഇതേപോലത്തെ രണ്ടെണ്ണമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള മാവ് കുറച്ചതും കൂടിയിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് നിങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതലെടുക്കുക. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 2.5 കപ്പിന് പകരം 2 കപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ പാനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പാനിൽ വെക്കാൻ പോകുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നെയ്യിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിലുണ്ടാക്കുക, അല്ലെങ്കിൽ ഓയിലിൽ ഒഴിക്കാം. ഞാനിവിടെ ഓയിലാണ് ചേർക്കുന്നത്. ഇടയ്ക്ക് നിങ്ങൾ കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം, അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കുറച്ച് വയ്ക്കുക. നോക്കിയേ, ഇപ്പോൾ ഞാനിവിടെ ഇത് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് 2 സൈഡ് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ നോക്കിയേ, ഈ സൈഡിലൊക്കെ ആയിരുന്നാലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സൈഡ് ഒന്നും കൂടി മൊരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ തീ ഒരുപാട് അല്ലല്ലോ വയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ചൂടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡ് അല്ലെങ്കിൽ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വരും. അല്ലെങ്കിൽ ഒന്നും കൂടിയും സൈഡ് നന്നായിട്ട് മൊരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡും, ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോഴായിരുന്നാലും അധികം ചൂടില്ല. അങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഈ സൈഡ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ മൊരിച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ ചെറിയ തീയിൽ വെക്കുമ്പോൾ അത് സൈഡ് ശരിക്കും നന്നായിട്ട് മൊരിഞ്ഞു എന്നുള്ളൂ. നോക്കി ഇതിൻ്റെ സൈഡൊക്കെ ശരിക്കും മൊരിഞ്ഞേക്കണുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്നും കൂടി ഒന്ന് മൊരിയാനുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നോക്കിക്കേ, ഉള്ളിൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പുറം ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് നിങ്ങൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കനം കുറച്ചിട്ട് വേണം ഷീറ്റ് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഞാനിവിടെ ഒരെണ്ണത്തിന് 4 പീസായിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൊരിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൊരിച്ചിട്ട് എടുക്കാം കേട്ടോ.